ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് കല്യാണ ഉറപ്പിന് പോവാം കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ പോണ വഴിക്കത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതേ തൊടുപുഴ വന്നപ്പോൾ പിന്നോട്ട് ATM കൗണ്ടർ കയറിയതാണ് കേട്ടോ. അപ്പോൾ അച്ചുക്കുട്ടനും ധ്യാനോട്ടോടെ ഇരിപ്പുണ്ട്. ഒന്ന് പോസ് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പം അവരിങ്ങനെ പോസ് ചെയ്താണ്. പിന്നെ നമ്മൾ ഹൈ റേഞ്ചറാണ്, കല്യാണം ഉറപ്പീരാണ്. പിന്നെ ഡ്രസ്സൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടോളൂ, അതേ സെയിം ഡ്രസ്സായിരുന്നു. അപ്പോൾ ഒരു ചുരിദാർ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത്യാവശ്യം ഒന്ന് സ്റ്റിച്ച് എന്നാ പറയുക, 2-3 പ്രാവശ്യം ഒന്നും ഉപയോഗിച്ചില്ല, ഒരു സുഖമില്ല. അപ്പോൾ അത് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അച്ചുക്കൂട്ടനും ധ്യാനൂട്ടനും ഹൈ റേഞ്ച് പോണ ഭാഗം അറിയാമല്ലോ, വഴി പോണ ഭാഗമൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. പക്ഷേ വണ്ടി ഒരിടത്തും നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങ് പോയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്, ഇങ്ങനെ മലയും. പക്ഷേ ഇത് കാണാൻ മാത്രമേ രസമുള്ളൂ കേട്ടോ. ഇത് വെള്ളം ഒഴുകി വന്നാണ്, അരുവി പോലെ. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് താമസിക്കുന്ന ആൾക്കാരും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് മഴ പെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ചെന്നു, കല്യാണ ഉറപ്പീരിൻ്റെ പെണ്ണും ചെറുക്കനൊക്കെ വന്ന് നിൽക്കുന്നു, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഉറപ്പീരിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങളവിടെ അടുത്തൊരു ബന്ധുവീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അവിടെ നിന്ന് ചുമ്മാ ഇരുന്നപ്പം അച്ചുകൂട്ടനൊക്കെ ആലക്കട കയറി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം പോന്നു. പോന്ന വഴിക്ക് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ കണ്ടില്ല, കോട പോലെ. ഇത് പെരിയാറാണ്, പെരിയാറിൻ്റെ തുടക്കം അങ്ങാണ്ടെന്ന് ബിനോട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ, പക്ഷേ മഴക്കാലമാകുമ്പോൾ നല്ല വെള്ളമാവും ഇവിടെ. അപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഞാൻ മഴയത്താണ് പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് കയറ്റിയിട്ടേക്കുമായിരുന്നേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ കണ്ടു. അപ്പോൾ മഞ്ഞൊക്കെ കണ്ടപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും ഇതുപോലെ നല്ല മഴയായിരുന്നു. പിന്നെ വേഗം ഒരു തട്ടിക്കൂട്ട് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. പഴയ കാലത്തെ ഒരു ചായക്കട പലഹാരമാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് ഒരു പാന അടുപ്പ വെച്ചു. പാനകത്ത് ഇച്ചിരി നെയ്യാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എൻ്റെ നെയ്യില്ലാത്തതാണ് ഞാനാണെങ്കിൽ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുത്തത് കേട്ടോ. അത് നെയ്യാണെങ്കിലും 1 സ്പൂൺ, ബട്ടറാണെങ്കിലും 1 സ്പൂൺ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു തന്നൊരു പലഹാരമാണ്. അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 സ്പൂൺ നന്നായിട്ട് തന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യണത് മുറ്റത്തിറങ്ങിയെന്നാണ് കേട്ടോ. അച്ചുകൂട്ടൻ ധ്യാനോട്ട് ഇവിടെ തകർത്ത് വാരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. രണ്ടും കൂടെ നല്ല കളി കളിക്കണേൻ്റെ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കരച്ചിലും തുടങ്ങും, അത് ഏറ്റവും വലിയ സാധിക്കും. ഈ കളിയും ഇതും കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഇടി വെച്ച് കൊടുക്കും, പിന്നെ അടിയും പെടുത്തും ആവും. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ട് ആ സമയം കൊണ്ട് ഞാൻ കഞ്ഞി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത്. രാവിലെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. സാധാരണ രീതിയിൽ നെയ്യാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ബട്ടർ ഇപ്പോൾ നമ്മുടെ ഈ തണുപ്പിൻ്റെ ഈ ഒരു കാലാവസ്ഥ നന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മളിതിനകത്തിട്ട് മിക്സ് ചെയ്യാന്ന് പറയുമ്പം അത് വെച്ച് പാടല്ലേ, അതുകൊണ്ട് ഞാൻ മെൽറ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പം നേരെ ഒഴിച്ചു കൊടുക്കാൻ പാകത്തിനാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി നെയ്യ്. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. ഒരു 1.5 കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവർക്കും അറിയാമായിരിക്കും, തരിവട്ടം എന്ന് പറയും. തരിവട്ടം എന്നാണ് എന്നോട് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തരിവട്ടാവോ അതോ വേറെ എന്തെങ്കിലും ആവുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കണം, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ചൂടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെല്ലണ ഭാഗം പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട്. അപ്പോൾ ഇതെല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഇനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ 1 കപ്പൊക്കെ ചേർത്താലും മതി. പക്ഷേ തേങ്ങയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, കാരണം ടേസ്റ്റാണ്. തേങ്ങയുടെ അളവ് കൂടുമ്പോൾ ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പം ഒരു മീഡിയം ലെവലിൽ 1 കപ്പൊക്കെ തേങ്ങ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു മുറിയുടെ പകുതിയോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. 1 കപ്പിന് മേളിലുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ ഉപ്പ് പൊടി അല്ലാത്തതുകൊണ്ട്
ഉപ്പ് കല്ലല്ലേ, അതിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കണില്ല. ഇനി ഒരു ഇച്ചിരി ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചെറിയ ജീരകം ഇല്ല, അതാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് നമുക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ നന്നായിട്ട് തന്നെ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് നന്നായിട്ട് ഞെരടി മിക്സാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ, എന്നാലും അത് നന്നായിട്ട് ആയി വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ സഫിയയ്ക്ക് ഒരു ഹായ് ഉണ്ട് കേട്ടോ. സഫിയ ആണെന്ന് തോന്നുന്നു 2 ദിവസം മുമ്പ് എന്നോട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സഫിയയുടെ ആണോ അത് നേരത്തെ ഉള്ളതാണോ അറിയത്തില്ല കേട്ടോ. ആരോ ഒരാൾ എൻ്റെ മറന്നു കിടക്കണമെന്നൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഹായ് പറഞ്ഞാണ്. സഫിയ ആണെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ അത് ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആദ്യം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 10-12-15 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം എന്ന് പറയുന്ന കാര്യം വേറൊന്നുമല്ല, ഇത് ചെറു ചൂടിൽ വറന്ന് വരണം. ഈ അരിന്ന് തൊട്ടെ ഈ റവയും ഈ തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് വറന്ന് വരണം. അതായത് നമ്മളിത് വേവിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറു ചൂട് വറന്ന് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്കിത് കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ആദ്യം പാൻ ചൂടായി വരുന്നോളം വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും. അത് ശ്രദ്ധിച്ചോണം. ഒരിക്കലും തീ കൂട്ടിയിട്ട് പെട്ടെന്ന് പരിപാടി വെക്കാം എന്ന് വിചാരിക്കരുത്, അന്നേരം ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചെടുക്കണം. വേറെ നല്ല പഞ്ചസാര പാനിക്കാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നായിരുന്നു കേട്ടോ. ചൂടായി വന്നതിന് ശേഷം ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു 3/4 കപ്പൊക്കെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പാകത്തിന് മധുരമാവും. 1 കപ്പ് എന്ന് വെച്ചാൽ മധുരം അത് കാണും കേട്ടോ. എന്നാൽ പിന്നെ ഇവിടെ മക്കൾക്ക് ഇച്ചിരി മധുരം ഉള്ള ആളും ഇഷ്ടം എന്ന് ഓർത്ത് ഞാൻ 1 കപ്പം ഇട്ടതാണ്. പക്ഷെ മധുരം ഇച്ചിരി അധികമായിപ്പോയി. ഒരു 3/4 കപ്പൊക്കെ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് പഞ്ചസാര ലായനിയാക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ തരിവട്ടെന്ന് വട്ടപ്പൊടി ഇവിടെ ചൂടായി പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളറായി നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ച് ഇത് മിക്സാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിത് പിടിക്കുമ്പം ഇങ്ങനെ പിടി പോലെ ഉരുണ്ടിരിക്കണം, എന്നാൽ പൊടിഞ്ഞു പോകരുത്. ആ ഒരു പരുവാണ് എൻ്റെ കറക്റ്റ് കണക്ക് കേട്ടോ. പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചപ്പം റവയാണല്ലോ, റവ വെച്ച വെള്ളം കുടിക്കുമല്ലോ എന്നോർത്ത് ഞാൻ പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വെള്ളം ഇച്ചിരി കൂടിപ്പോയി. ഇച്ചിരി കുറഞ്ഞു പോയാലും കൂടി പോകാണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൂടിപ്പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് പിടിക്കുമ്പം പാത്രത്തേൽ നിന്ന് വിട്ടുപോയില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പാകത്തിന് വെള്ളമാണെങ്കിൽ നല്ല കേക്കിൻ്റെ ആ ഒരു പരുവം പോലെ ഇരിക്കും. തരുതരാന്നിങ്ങനെ കേക്കിൻ്റെ രൂപത്തിലായിട്ടിരിക്കും. ഞാൻ ഇച്ചിരി വെള്ളം റവയാണല്ലോ, ഇപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ വലിഞ്ഞു വന്നോളും എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്താണ്. പക്ഷെ അകത്തായിപ്പോയി. അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം എൻ്റെ എങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഇത്രയും കുഴഞ്ഞു പോയിട്ടോ. ഇത്രയും കുഴയണ്ട. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് ഉള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ആദ്യം ഈ ഒരു പാത്രം എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഷേപ്പ് കിട്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുഴിയുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനത് അതുപോലെ തന്നെ കുടഞ്ഞിട്ടു. എന്നിട്ട് കഞ്ഞിത്തവിക്കകത്തേക്ക് കോരിയിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഷേപ്പ് കിട്ടി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചൂടോടുകൂടി തന്നെ ഷേപ്പ് ആക്കണം, അല്ലെങ്കിൽ പിന്നെ ഷേപ്പ് ആകുകയില്ല കേട്ടോ. അപ്പോൾ 1-2 എനിക്ക് ഷേപ്പായി കിട്ടി. പക്ഷേ ബാക്കിയുള്ള അത്ര അങ്ങ് ഷേപ്പായില്ല. പിന്നെ വെള്ളം കൂടി പോയതിൻ്റെ ആണോയെന്ന് എനിക്കറിയില്ല കേട്ടോ. 1-2 പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടി. പക്ഷേ ബാക്കി വന്നപ്പം വിട്ട് വന്നില്ല. അപ്പോൾ ഇതുപോലെയാണ്. ഇതുപോലെ ഇങ്ങനെ കുടയുമ്പോൾ കറക്റ്റായിട്ട് ചാടും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. അപ്പം എല്ലാം നമ്മുടെ വിജയമാവണമെന്നില്ലല്ലോ. പിന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതാണല്ലോ നമ്മുടെ ഒരു രീതി. അതുകൊണ്ട് പക്ഷേ ടേസ്റ്റിൽ അടിപൊളി സാധനമാണ് കേട്ടോ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം. ആ എള്ളിൻ്റെയും ജീരകത്തിൻ്റെയും ആ റവയുടെയൊക്കെ ഒരു തരുവരപ്പ് അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അച്ചുകൊണ്ടും ഞാനൊക്കെ ഇഷ്ടമായി. അവർക്ക് മധുരമുള്ള കാരണം അവർക്ക് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മടുത്തു പോയായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് ആവട്ടെ എന്നോർത്തും കിട്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്